അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ പേരിൽ കേരളത്തിൽ ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കാൻ സിപിഎമ്മും കോൺഗ്രസും ആസൂത്രിതമായി ശ്രമിച്ചുവെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കണമെന്ന് ഇരുവരും ദേശീയ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് മതവർഗീയ സംഘടനകളുടെ വോട്ട് ലക്ഷ്യമിട്ടാണെന്നും പി.കെ. കൃഷ്ണദാസ് വിമർശിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന് എല്ലാ തലങ്ങളിൽ നിന്നും വലിയ പിന്തുണയും സ്വീകരണവും ലഭിച്ചുവെന്നും കൃഷ്ണദാസ് കോട്ടയത്ത് പ്രതികരിച്ചു. രാജ്യത്തിന്റെ ഒരു ഭാഗത്തുമില്ലാത്ത രീതിയിൽ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിക്കാനാണ് സിപിഎമ്മും കോൺഗ്രസും പരിശ്രമിച്ചത്. കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ സിപിഎമ്മും അവരെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ വർഗീയ തീവ്രവാദ സംഘടനകളാണ്. അതുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ തീവ്രവാദ സംഘടനകളെ, വർഗീയ സംഘടനകളെ പ്രീണിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുകയാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം വഴി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിൽ താലിബാനിസത്തെ വെള്ളവും വളവും നൽകി വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്.